പ്ലസ് ടു കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? റേറ്റ് ഓഫ് എ റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു, റേറ്റ് ലോ എക്സ്പ്രഷൻ, ഓർഡർ, മോളിക്കുലാരിറ്റി ആൻഡ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദീസ് ടോപ്പിക്സ്. ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. എന്തിനാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്? നമുക്കറിയാം ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഫോർ എ റിയാക്ഷൻ ശ്രദ്ധിച്ചേ, ആർ ഗിവിംഗ് പി, റിയാക്ടൻസ് ഗിവിംഗ് പ്രോഡക്ട്സ്. ഇതിന്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. സോ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ dt within a small time interval which is equal to k into molar concentration of R. ഇതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ dr/dt എന്ന് പറയുന്നത് എന്ത് റേറ്റ് ആണ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഓർമ്മയില്ലേ പഠിച്ചത്? അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗ്രാഫിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ റിയാക്ടന്റിനെ y ആക്സിസിലും ടൈമിനെ x ആക്സിസിലും എടുത്ത് നമ്മൾ പ്ലോട്ട് ചെയ്തു. അപ്പൊ ടൈം പോകും തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും, ഇങ്ങനെ ഗ്രാഫ് വരും. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഒരു പ്രത്യേക ടൈമിലുള്ള റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പെർട്ടിക്കുലർ ടൈമില് നമ്മൾ ആ കർവില് ഒരു ടാൻജന്റ് വരയ്ക്കും. ആ പോയിന്റിനെ ടച്ച് ചെയ്ത് ഒരു ടാൻജന്റ് വരയ്ക്കും. ആ ടാൻജന്റിന്റെ സ്ലോപ്പിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx, here it is dr/dt. ഇത് നമ്മൾ പഠിച്ചു പോയതാണ്. dr/dt ഇത് താഴേക്ക് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സോ ദിസ് വിൽ ഗിവ് ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇങ്ങനെ ഓരോ ടൈമിലെയും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ബട്ട് പ്രാക്ടിക്കലി അത് പോസിബിൾ ആണ്. എപ്പോഴും ഗ്രാഫിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ പോയിന്റിലും ടാൻജന്റ് വരച്ച് അതിന്റെ സ്ലോപ്പിൽ നിന്ന് റേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ട്. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ അറ്റ് ഡിഫറെന്റ് ടൈംസും റേറ്റ് കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഈ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആ റിലേഷൻഷിപ്പ്, കോൺസെൻട്രേഷനും റേറ്റ് കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി പല ഓർഡർ റിയാക്ഷനും പല ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ആണ്. നമ്മൾ പല ഓർഡർ റിയാക്ഷൻസ് പഠിച്ചു. 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ കണ്ടില്ലേ നമ്മൾ. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 0 ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡർ റിയാക്ഷൻ. And before that, what is 0 order reaction? എന്താണ് 0 order reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A reaction which does not depend upon the concentration of the reactants. Okay, അപ്പൊ ഇവിടെ റേറ്റ് ലോ എഴുതുകയാണെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. That means power of the reactant is 0. എത്രയാണ്? 0 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? minus dr/dt is equal to k into r raised to 0 എന്ന് എഴുതാം അല്ലെ. r raised to 0 എന്ന് പറയുന്നത് വാല്യൂ എത്രയാണ്? Any quantity raised to 0 is equal to 1. So we can write it as k. So minus dr/dt, dr means concentration of r, which is equal to k dt. And I am going to multiplying it with -1. -1 വെച്ച് multiply ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? dr/dt ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൂടി എഴുതാൻ പോവാണ് ഞാൻ. മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കൂടാതെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ -k/dt എന്ന് കിട്ടും. ഓക്കെ, നൗ ഓൺ ഇന്റഗ്രേറ്റിംഗ് ഇതിനെ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേഷൻ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മാത്സിൽ കൊല്ലം നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട്. അപ്പൊ ഇന്റഗ്രേഷൻ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ചെറിയ ഡിഫറൻസിനെ എല്ലാം കൂട്ടിച്ചേർത്ത് വലിയൊരു വാല്യൂ കിട്ടുന്നതിനാണ്. അതായത് കോൺസെൻട്രേഷൻ അറ്റ് ഡിഫറെന്റ് ടൈംസ് റേറ്റ് കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും 0 ഓർഡറിന്റെ. സോ ഇന്റഗ്രൽ സൈൻ ടു ഇന്റഗ്രൽ dr മൈനസ് ഇന്റഗ്രൽ kdt. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ dx ഈസ് ഈക്വൽ ടു x ആണ്. ഇന്റഗ്രൽ dx ന്റെ വാല്യൂ എത്രയാണ്? x ആണ്.
അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? R എന്ന് കിട്ടും. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് K കോൺസ്റ്റന്റ് ആണ്. K യുടെ വാല്യൂ വ്യത്യാസം വരില്ല, അപ്പൊ K പുറത്തു വരും. ഇന്റഗ്രൽ dt ആണ് വരുന്നത്. ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആണ് പ്ലസ് I, where I is the constant of integration. I എന്താണ്? I is the constant of integration. I is the constant of integration. Okay. ഇനി നമുക്ക് I യുടെ വാല്യൂ കണ്ടുപിടിക്കാം. I യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. Put t is equal to 0. T എന്ന് പറയുന്നത് put t is equal to 0. T 0 ആവാന്നുള്ള ടൈം 0 ആവാന്നുള്ള റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒരു വ്യത്യാസം വന്നിട്ടില്ലല്ലോ. സപ്പോസ് R0 ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ R ന്റെ വാല്യൂ എന്തായിട്ട് മാറും? R0 ആയിട്ട് മാറും. എപ്പോൾ? when t is equal to 0. So when t is equal to 0, this concentration of R is equal to R0. What is R0? Initial concentration. So R0 is the initial concentration. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇവിടെ നോക്കിക്കേ, 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം 0 ആയിട്ട് പോകും. ഇനി അപ്പൊ ഈ ടേം 0 ആയി മാറി കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും? I is equal to R0. അപ്പൊ എന്ത് കിട്ടും ഇക്വേഷൻ? I is equal to concentration of R0. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പില് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഓഫ് I in this first equation. ഒന്നാമത്തെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R is equal to minus Kt plus molar concentration of R0. R0 എന്ന് പറയുന്ന ആരുടെ വാല്യൂ ആണ്? I യുടെ വാല്യൂ ആണ്. അതെങ്ങനെ കിട്ടി? when t is equal to 0, t is equal to 0 ഇട്ടപ്പോഴാണ് R is equal to molar concentration of R എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? R0 ആയിട്ട് മാറി. So this is the equation. ഇതിനെ ഒന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണ്. മൈനസ് Kt ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. Kt is equal to എങ്ങനെ വരും? R0 minus molar concentration of R. And now K is equal to molar concentration of R0 minus molar concentration of R that divided by T. And this is the integrated rate equation for zero order reaction. എന്താണ്? Zero order reaction integrated rate equation ആണ് ഇത്. K is equal to molar concentration of R0 minus molar concentration of R divided by T. This is the concentration at any time T. T എന്ന് പറയുന്ന ടൈമിലെ കോൺസെൻട്രേഷൻ ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കണം. ഇത് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഡെറിവേഷനും ചോദിക്കാറുണ്ട്. ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, now consider this equation. Concentration of R is equal to minus Kt plus initial concentration. ഈ ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്തേ. ഇതിനെ y is equal to mx plus c എന്ന ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഏതാണ് y is equal to mx plus c എന്ന് പറയുന്നത്? ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം y is equal to mx plus c യില് m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, ഒരു സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്. c എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ y എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് R ആണ്. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരുന്നു നോക്കാം. ഹിയർ ദ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ടേക്കൺ അലോങ് ദി y ആക്സിസ്. y ആക്സിസിൽ എന്തെടുക്കുന്നു? കോൺസെൻട്രേഷൻ ഓഫ് R. x ആക്സിസിൽ എന്താണ്? t ആണ്. mx t ആണ്. സോ ടൈം ആണ് x ആക്സിസിൽ നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കിക്കേ, മൈനസ് കെ ആണ് വരുന്നത്. അപ്പൊ താഴേക്കാണ് ആ സ്ട്രേറ്റ് ലൈൻ വരുന്നത്. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ഗ്രാഫ് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ സ്ലോപ്പ് എന്തായിട്ട് വരും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ. നെഗറ്റീവ് സ്ലോപ്പ് ആണ്, താഴേക്കാണ് വരുന്നത്. Now R0 is the y intercept, അതായത് ഈ ഒരു പോയിന്റ്, ഇത്രയും ഡിസ്റ്റൻസ്, ഈ ലൈന് ഈ y ആക്സിസിൽ കട്ട് ചെയ്യുന്ന ഈ ഇന്റർസെപ്റ്റ് ആണ് എന്ത്? C
സി എന്ന് പറയുന്നത്. സോ y ഇന്റർസെപ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇതാണ് ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ചോദിക്കാറുണ്ട്. സോ ദിസ് ഈസ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. K is equal to molar concentration of R0 minus molar concentration of R divided by time. And this is the graph for zero order reaction. Okay, now let us see the examples. എന്തൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ? എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ. ഏതാണ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ? ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ പ്ലാറ്റിനം സർഫസ്. അപ്പൊ അമോണിയയുടെ ഡീകമ്പോസിഷൻ, അമോണിയ ഗ്യാസ് ആണ്, അത് ഡീകമ്പോസ് ചെയ്ത് പ്ലാറ്റിനം മെറ്റലിന്റെ സർഫസിൽ. ഹിയർ പ്ലാറ്റിനം ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം ശരിക്കും കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സർഫസിലേക്ക് വന്ന് ആര് പൊതിഞ്ഞിരിക്കുന്നു? അമോണിയ മോളിക്യൂൾസ് പൊതിഞ്ഞിരിക്കുന്നു. ആൻഡ് ദിസ് റിയാക്ഷൻ NH3 on decomposition gives nitrogen plus hydrogen. So 2NH3 gives N2 plus 3H2. And this reaction is zero order. അപ്പൊ അതിന്റെ റേറ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? Rate is equal to K into molar concentration of NH3 raised to 0 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും സീറോ ഓർഡർ? അറ്റ് ഹൈ പ്രഷർ. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ്? ഹൈ പ്രഷറിൽ. എന്താണ് ഹൈ പ്രഷറിൽ സംഭവിക്കുന്നത്? ശ്രദ്ധിച്ചിരുന്നോണെ, ഹൈ പ്രഷറിൽ എന്താ സംഭവിക്കുന്നത്? സപ്പോസ് ഇത് പ്ലാറ്റിനം മെറ്റൽ ആണ്, ഇതിന്റെ ചുറ്റും അമോണിയ മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. റിയാക്ഷന് വേണ്ടി പ്രഷർ കൂട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂടും. കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അമോണിയ മോളിക്യൂൾസിന് ഈ പ്ലാറ്റിനം മെറ്റൽ സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ പ്രഷർ കൂടുന്തോറും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ മോളിക്യൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ അറ്റ് ഹൈ പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? Now next example, രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ആണ്. ആരുടെ ഡീകമ്പോസിഷൻ? ഹൈഡ്രജൻ അയഡൈഡ് ഓൺ ഗോൾഡ് സർഫസ്. 2Hi decomposes to gives H2 plus I2. എക്സാമ്പിൾ പഠിച്ചു വെക്കണം, എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? നമ്മൾ പഠിച്ചതല്ലേ, പറഞ്ഞേ. Rate of a reaction directly proportional to the first power of the concentration. Concentrationന്റെ first power of reactants. Okay, first power of concentration of reactants. That means rate of a reaction depends on the concentration of the reactant. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? സീറോ ഓർഡറിൽ എഴുതിയ പോലെ തന്നെ നമുക്ക് എഴുതാം. ആർ ഗിവിംഗ് പ്രോഡക്ട്സ് എങ്ങനെ എഴുതാം? മൈനസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ dt. ചേഞ്ച് ഇൻ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ദാറ്റ് ഡിവൈഡഡ് ബൈ k into k റേറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 1 ആണ്. സീറോ ഓർഡറിൽ ഇവിടെ എന്തായിരുന്നു? സീറോ ആയിരുന്നു. ഓക്കെ, നൗ ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. മൈനസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ, ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു കെ ഡി ടി. ഒരു കാര്യം കൂടി ചെയ്യാം, ഇതിനെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, കൂടാതെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +1 ആകും, ഇവിടെ മൈനസ് ആകും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഇവിടെ പ്ലസ് ആകും, ഇവിടെ മൈനസ് ആകും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അല്ലേ നമുക്ക് വേണ്ടത്. Now on integrating, ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സൈൻ ഇടണം? ഇന്റഗ്രൽ സൈൻ ഇട്ട് കൊടുത്തു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോഗരിതത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇന്റഗ്രൽ dx by x എന്ന് പറയുന്നത് ln x ആണ്. ഇന്റഗ്രൽ dx by x എന്ന് പറയുന്നത് ln x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ dr by r എന്ന് പറയുന്നത് എന്താണ്? ln r, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r, which is equal to k കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അത് പുറത്തെടുത്തു, മൈനസ് k. ഇന്റഗ്രൽ dt എന്താണ്? നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഇന്റഗ്രൽ dt എന്ന് പറയുന്നത് t ആണ്, ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്.
അപ്പൊ ഇന്റഗ്രൽ ഡി ടി എന്ന് പറയുന്നത് ടി ആണ്. കെ ടി പ്ലസ് ഐ, where I is the constant of integration. നമ്മൾ ആദ്യം കണ്ടതാണ്. I എന്താണ്? Constant of integration. Constant of integration. ഇനി നമുക്ക് ഐയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? t is equal to 0. t is equal to 0 എന്ന് പറയുന്നത് ടൈം 0 ടൈമില് റിയാക്ടൻസ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് R0. R0 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. R0 is the ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതിന് മുൻപുള്ള കോൺസെൻട്രേഷൻ ആണ് എന്ത്? R0. മറന്നു പോകരുത് കേട്ടോ. Now substitute in this equation. ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ഒരു ടേം മുഴുവൻ 0 ആയിട്ട് പോകും. ശരിയല്ലേ? നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ln r എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? R0 ആയിട്ട് മാറും. t is equal to 0 ആകുമ്പോൾ which is equal to minus k into 0 plus I. So what is the value of I here? I is equal to എന്ത് വരും? ln molar concentration of R0 എന്ന് വരും. ഇനി ഐയുടെ ഈ വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എങ്ങനെ എഴുതും? ln r is equal to minus kt plus ln R0. ln R0. ഈ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് നെയിം ചെയ്തത്. ഇക്വേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ln r is equal to minus kt plus ln R0. ഓക്കെ. ഇനി ഞാൻ kt യെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. കൊണ്ടുവരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? kt is equal to ln R0 minus ln r. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. സോ ലോഗ് എ ബൈ ബി ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ലോഗ് എ ബൈ ബി അങ്ങനെയാണെങ്കിൽ ആ ഫോമിലേക്ക് ഇതിനെ എഴുതാൻ പാടില്ലേ? അപ്പൊ എങ്ങനെ വരും? കെ ടി ഈസ് ഈക്വൽ ടു ln molar concentration of R0 divided by molar concentration of R. ഇനി നമുക്കറിയാം ഇത് നാച്ചുറൽ ലോഗരിതം ആണെന്ന്. ഈ നാച്ചുറൽ ലോഗരിതത്തെ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യുന്നേ? 2.303. മറന്നു പോകരുതേ. സോ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. കെ ടി ഈസ് ഈക്വൽ ടു 2.303 log molar concentration of R0 divided by molar concentration of R. Okay. Now again K is equal to എങ്ങനെ എഴുതാം? 2.303 by T log molar concentration of R0 divided by molar concentration of R. And this equation is known as the integrated rate equation for first order reaction. പഠിച്ചു വെക്കണം. പ്രോബ്ലംസ് സ്ഥിരം ചോദിക്കുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. K rate constant is equal to 2.303 by T. T is the time. Log, this is the initial concentration and this is the concentration at time T. പഠിച്ചു വെക്കണം. ഇനി ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ കൂടി എഴുതാം? K T divided by 2.303 is equal to log R0 by R എന്ന് എഴുതാം. നോക്കിക്കേ എത്ര ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയതെന്ന്. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി ln R is equal to minus kt plus ln R0. അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ് kt is equal to 2.303 log R0 by R. അങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. Now final equation Kt divided by 2.303 is equal to log R0 by R. സിമ്പിൾ അല്ലേ ഇതിന്റെ ഡെറിവേഷൻ? നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ആ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു റീഅറേഞ്ച്മെന്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അതിനൊരു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. സിമ്പിൾ ആണ്, മാർക്ക് കളയരുത് കേട്ടോ.
ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ ഗ്രാഫ് ആണ്, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഫസ്റ്റ് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്ത ഇക്വേഷനിലെ ഒരു ഇക്വേഷൻ ആണിത്. ഇവിടെ നിങ്ങൾ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കേ. ഇതിനെ y = mx + c ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കേ. y = mx + c ആരുടെ ഗ്രാഫാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഗ്രാഫാണ്. അപ്പൊ നോക്കിക്കേ, y എന്ന് പറയുന്നത് ln r ആണ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ആ ഗ്രാഫ് ചെറുതായിട്ടൊന്ന് വരച്ചു നോക്കാം. ഇതാണ് y ആക്സിസിൽ. അവിടെ നമ്മൾ എന്തെടുക്കും? ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r. x ആക്സിസിൽ എന്തെടുക്കും? ടൈം എടുക്കും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്. അപ്പൊ ഗ്രാഫ് താഴേന്ന് മുകളിലേക്കാണോ പോകുന്നത്? താഴേന്ന് മുകളിലേക്ക് പോയാൽ പോസിറ്റീവ് സ്ലോപ്പ് ആണ്, മുകളിലേക്ക് പോകുന്നത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്. ഇവിടെ നമുക്ക് സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ എന്തായിരിക്കും വന്നിരിക്കുന്നത്? താഴേക്കായിരിക്കും ആ സ്ട്രെയിറ്റ് ലൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -k. കണ്ടോ? ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഇതാണ് ln r0, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r0. ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് അതാണ് ആ ഇന്റർസെപ്റ്റ് ആണ് ln r0. ഇങ്ങനെയാണ് ആ ഗ്രാഫ് കിട്ടുന്നത്. സിമ്പിൾ അല്ലേ ഈ ഗ്രാഫ്? ഇനി മറ്റൊരു ഗ്രാഫ്, രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ kt / 2.303 log r0/r. ഇതിനെ നമുക്കൊന്ന് തിരിച്ചെഴുതാം. log r0/r is equal to k divided by 2.303 t എന്ന് എഴുതാം. ഇതിനെ ആരുമായിട്ട് കമ്പയർ ചെയ്യണം? y is equal to mx + c. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അല്ലേ? ഇവിടെ y ഉണ്ട്, m ഉണ്ട്. m എന്ന് പറയുന്നതാണ് k / 2.303. x ഉണ്ട്, x എന്ന് പറയുന്നത് ടൈം ആണ്, പ്ലസ് c. c എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇന്റർസെപ്റ്റ് എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഗ്രാഫ് വരുന്നത് എങ്ങനെയാണ്? y ആക്സിസിൽ എന്താണ് വരുന്നത്? log മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r0 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r എന്ന് വരും. ശരിയല്ലേ? നൗ y x ആക്സിസിലോ ടൈം ആണ് വരുന്നത്. സ്ലോപ്പ് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് സ്ലോപ്പ് ആവുമ്പോ എങ്ങനെ വരും? താഴെ നിന്ന് മുകളിലോട്ട് പോകും അല്ലേ? ഇനി ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഗ്രാഫ് ഇവിടെ നിന്ന് തുടങ്ങും, ഈ ഒരു കോർണറിൽ നിന്ന് തുടങ്ങും. കണ്ടോ? അപ്പോഴാണ് ഇതിന്റെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വാല്യൂ എത്രയാണ്? k ഡിവൈഡഡ് ബൈ 2.303. സിമ്പിൾ ഗ്രാഫ് അല്ലേ? ഈ ഇക്വേഷനിൽ നിന്ന് ഏത് ഗ്രാഫ് ചോദിച്ചാലും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുക. y = mx + c യിലെ m സ്ലോപ്പ് ആണെന്നും c y ഇന്റർസെപ്റ്റ് ആണെന്നും അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി രണ്ട് ഡിഫറെന്റ് ടൈമിലെ കോൺസെൻട്രേഷൻ തന്നിട്ട് അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഇക്വേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. സപ്പോസ് അറ്റ് ടൈം t1 the concentration is r1 ആണെന്ന് വിചാരിക്കുക. t2 എന്ന് പറയുന്ന ടൈമിലെ കോൺസെൻട്രേഷൻ r2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ln r1 is equal to -kt1 plus ln r0 എന്ന് എഴുതാം. ഇതെപ്പോഴാണ്? t1 എന്ന് പറയുന്ന ടൈമില് ഇക്വേഷൻ ആണ് ഇത്. ഇനി t2 എന്ന് പറയുന്ന ടൈമിലെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ln r2 is equal to -kt2 plus ln r0. ഓക്കെ. ഇത് ഇക്വേഷൻ 3, ഇക്വേഷൻ 4 എന്ന് നമുക്ക് എടുക്കാം. ഈ 3 - 4 ചെയ്യുക. ഇക്വേഷൻ 3 - 4 ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? ln r1 minus ln concentration of r2 is equal to minus kt1 plus ln initial concentration. ഇത് മൈനസ്, ഇനി ഫോർത്ത് ടേമിന്റെ റൈറ്റ് സൈഡ് മൈനസ് മുഴുവൻ ബ്രാക്കറ്റിൽ ഇടുകയാണ്. മൈനസ് kt2 പ്ലസ് ln r0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇനി ഇത് നമുക്കറിയാം, ലോഗ് എ മൈനസ് ലോഗ് ബി എ എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? ln കോൺസെൻട്രേഷൻ ഓഫ് r1
divided by concentration of R2 എന്ന് എഴുതാം. ഓക്കെ, minus KT1 plus ln concentration of R0. ഈ മൈനസും മൈനസും പ്ലസ് ആകും, പ്ലസ് KT2 മൈനസ് ln concentration of R0. ഈ പ്ലസ് ln R0യും മൈനസ് ln R0യും കട്ട് ചെയ്തു പോകും. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? K ഇൻറ്റു K പുറത്തെടുക്കാം, T2 മൈനസ് T1 എന്ന് കിട്ടും. എഴുതി നോക്കണേ, K ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, നമുക്കതിനെ K ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. അപ്പോഴാണ് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ K ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? 1 by T2 മൈനസ് T1 into ln molar concentration of R1 divided by molar concentration of R2. ഓക്കെ, ഇതാണ് രണ്ട് ഡിഫറെന്റ് ടൈമിലെ കോൺസെൻട്രേഷൻസ് തന്നു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ എല്ലിനെ മാറ്റാൻ വേണ്ടി നാച്ചുറൽ ലോഗരിതത്തെ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ വിത്ത് 2.303. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? 2.303 by T2 minus T1 log concentration of R1 divided by concentration of R2. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ജസ്റ്റ് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. നോക്കിക്കേ, സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് R കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ T. R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, R എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം T ആണ്. അത് തെറ്റിച്ച് കളയരുത് കേട്ടോ. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു 2.303 by T log molar concentration of R0 by molar concentration of R1 ആണ്. ഇനി സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് വരച്ചത് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് സിയുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. mx പ്ലസ് സി നെഗറ്റീവ് സ്ലോപ്പ് വരുമ്പോൾ ഗ്രാഫ് മുകളിൽ നിന്ന് താഴേക്ക് വരും. അങ്ങനെ നെഗറ്റീവ് സ്ലോപ്പ് വരുന്ന എത്ര ഗ്രാഫ് ഇക്വേഷൻസ് ആണുള്ളത്? ദിസ് 1, 2, 3 മൂന്നെണ്ണം ഉണ്ട് നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത്. ഈ മൂന്നെണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാൻ നോക്കിക്കേ. ഫസ്റ്റ് ഓർഡറിന് നമ്മൾ രണ്ടെണ്ണേ വരച്ച് കണ്ടോളൂ അല്ലെ? ആ വരച്ചത് ഇതാണ്. ln molar concentration of R is equal to minus KT plus ln R0. ഇതാണ് വരച്ചത്. ഈ ln നാച്ചുറൽ ലോഗരിതം മാറ്റി നമ്മള് കോമൺ ലോഗരിതത്തിലേക്ക് വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു? 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയാണ്. 2.303 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ത്രൂ ഔട്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ മൈനസ് K ഡിവൈഡഡ് ബൈ 2.303 എന്ന് വന്നു. ഇതെല്ലാം ഏത് ഇക്വേഷനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. ആകെ നമുക്ക് സ്ലോപ്പ് പോസിറ്റീവ് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ. അവിടെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ബാക്കി എല്ലാം നെഗറ്റീവ് സ്ലോപ്പുകളാണ് വരുന്നത്, മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. തെറ്റിച്ച് കളയരുത് കേട്ടോ. സിമ്പിൾ ഗ്രാഫാണ്. Next is examples for first order reactions. ഏതൊക്കെയാണെന്ന് നോക്കാം. The first example is hydrogenation of ethene or ethylene. ഇതാണ് എത്തിലീൻ എന്ന് പറയുന്ന മോളിക്യൂള്. ഇതിന്റെ ഹൈഡ്രോജനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ഹൈഡ്രോജനേഷൻ പ്രസൻസ് ഓഫ് നിക്കൽ, പലേഡിയം ഓർ പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രോജനേറ്റ് ചെയ്ത് C2H6 എന്ന് പറയുന്ന മോളിക്യൂൾ ആകുന്ന ഈ റിയാക്ഷൻ ഓൾ ആർ ഗ്യാസസ്, എല്ലാം ഗ്യാസ് ആണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് K into molar concentration of C2H4 raised to 1. That is an example for a first order reaction. And second example is all natural and artificial radioactive decay is example for first order kinetics. Nuclear chemistry like നമ്മൾ പഠിക്കുന്ന unstable nuclei stable ആകാൻ വേണ്ടി decay disintegration നടക്കുന്നു. Okay, for example, റേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 88 ആണ്, അതിന്റെ മാസ് നമ്പർ 226 ആണ്. അത് ഡീകേ സംഭവിച്ച റാഡൻ എന്ന് പറയുന്ന എലമെന്റ് ആയിട്ട് മാറുന്നു. അതിന്റെ അറ്റോമിക് നമ്പർ 86 ആൻഡ് മാസ് നമ്പർ 222. It eliminates one molecule of helium. This is first order kinetics. So rate can be expressed as R is equal to K into molar concentration of radium raised to the power 1. First order kinetics ആണ്. Another example, decomposition of N2O5. Decompose ചെയ്ത് ഉണ്ടാകുന്നത് NO2 nitrogen dioxide plus half O2. And here it is 2NO2
And here also we can write rate is equal to K into molar concentration of N2O5. Here the power is 1. First order kinetics. Another example is decomposition of N2O, nitrous oxide. Nitrous oxide in decomposition. മറ്റ് എക്സാമ്പിൾസ് ആണ്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. അപ്പൊ ഈ ഡിറൈവ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഗ്രാഫ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, now second one, write examples for zero and first order reactions. examples പഠിക്കുക, എഴുതി പഠിക്കുക. അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.